Welcome to Shida's Talk. Hello everyone. Today I am going to help you to study some of the activities from A Long Walk with Granny, Class 8. എട്ടാം ക്ലാസ്സിലെ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന പാഠഭാഗത്തുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ പാഠഭാഗത്തുള്ള വൈൽ വി റീഡ് മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ് മുഴുവനായിട്ട് കണ്ട് ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇന്ന് നമ്മൾ ഇതിലുള്ള ആക്ടിവിറ്റീസ്, അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വൈൽ വി റീഡ് എന്ന ഭാഗത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ കുഡൻറ്റ് ഗ്രാനി സീ പ്രൊപ്പർലി ത്രൂ ഹെർ ഗ്ലാസസ്? ആ ഒരു കണ്ണടയിലൂടെ ഗ്രാനിക്ക് എന്തുകൊണ്ടായിരുന്നു ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാതിരുന്നത്? അപ്പം നമ്മൾ അതിനെങ്ങനെ ആൻസർ പറയാ? ഗ്രാനി couldn't see properly through her glasses because her eyes had grown steadily weaker and her glasses were scratched and spotted. അതായത് ഗ്രാനിയുടെ കാഴ്ചശക്തി വളരെ കുറവായിരുന്നു, കൂടാതെ അവരുടെ ഗ്ലാസ് ആണെങ്കിൽ ഭയങ്കര സ്ക്രാച്ചും സ്പോട്ടഡ് ഒക്കെ നിറഞ്ഞതാണല്ലേ. അതും ഒരുപാട് വർഷമായി, അവർ 10 വർഷത്തിലേറെയായി അത് മാറ്റിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രാനിക്ക് ക്ലിയർ ആയിട്ട് ആ ഗ്ലാസ്സിലൂടെ കാണാൻ പറ്റാതിരുന്നത്. ഇനി നമുക്കിതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൽ വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡിൻറ്റ് ഗ്രാനി വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി? ആ മണിയിൽ നിന്നും പിരിഞ്ഞിരിക്കാൻ എന്തുകൊണ്ടാണ് ഗ്രാനി തയ്യാറാവാതിരുന്നത്? അപ്പം ഗ്രാനിക്ക് പറ്റാത്തത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പം അതിന് നമ്മൾ എന്താ ആൻസർ പറയാം? ഗ്രാനി ഡിഡിൻറ്റ് വാണ്ട് ടു ബി സെപ്പറേറ്റഡ് ഫ്രം മണി because she had brought him up after his mother passed away when he was only a year old. അപ്പോൾ മണിക്ക് ഒരു വയസ്സിൽ അവൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഇവനെ വളർത്തിക്കൊണ്ടുവന്നത് ഈ ഗ്രാനിയാണ്. ഷീ ലവ്ഡ് ഹിം ഡീപ്ലി ആൻഡ് ദ തോട്ട് ഓഫ് ബീയിങ് അവേ ഫ്രം ഹിം വാസ് വെരി ഹാർഡ് ഫോർ ഹിം. അതുകൊണ്ട് തന്നെ അവനെ വളരെയധികം ഗ്രാനി സ്നേഹിക്കുന്നു. അവനെ ഒന്ന് അവനോട് കുറച്ച് നേരം അവനെ പിരിഞ്ഞിരിക്കുക എന്നുള്ള ആ ഒരു ചിന്ത പോലും ഗ്രാനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ എന്താ? Do you think Granny was confident about walking to Nain? Give reason. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗ്രാനിക്ക് നെയിനിലേക്ക് നടക്കുന്നതിന് നല്ല കോൺഫിഡൻ്റ് ഉണ്ട് എന്ന്, ആത്മവിശ്വാസം ഉണ്ട് എന്ന്? അതിനുള്ള റീസൺ പറയാനാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതുക? യെസ്, ഗ്രാനി വാസ് കോൺഫിഡൻറ്റ് അബൌട്ട് വാക്കിംഗ് ടു നെയിൻ. Even though she was old and her eyesight was weak, she was determined to walk because she felt strong enough to go uphill and downhill. Her confidence came from her strong will and determination. അപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് ആ ഒരു ഗ്രാനിയുടെ ഐസൈറ്റ് വീക്കാണെങ്കിലും ഗ്രാനി എന്ത് ചെയ്യുന്നുണ്ട്? നടക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുന്നുണ്ട് നൈനിലേക്ക് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഗ്രാനിക്ക് ആ മുകളിലേക്കും താഴേക്കും ഇറങ്ങാനൊക്കെയുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? വൈ ഡസ് മണീസ് ഫാദർ കോൾ ഗ്രാനീസ് ജേർണി ടു മുസോറി എ ഷോപ്പിംഗ് ട്രിപ്പ്? അല്ലേ, ഗ്രാനിയുടെ ആ ഒരു മുസോറിയിലേക്കുള്ള ആ ഒരു ട്രിപ്പിനെ ഒരു ഷോപ്പിംഗ് ട്രിപ്പ് എന്ന് എന്തുകൊണ്ടാണ് മണിയുടെ ഫാദർ പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ ആൻസർ പറയാം? മണീസ് ഫാദർ കോൾസ് ഗ്രാനീസ് ജേർണി എ ഷോപ്പിംഗ് ട്രിപ്പ് ബിക്കോസ് ഗ്രാനി സെഡ് ഷി പ്ലാൻ ടു ബൈ സീഡ്സ്, ബൾബ്സ്, എ ന്യൂ ബെൽ ഫോർ ദ വൈറ്റ് കൗ, എ പുല്ലോവർ ഫോർ മണീസ് ഫാദർ ആൻഡ് ഷൂസ് ആൻഡ് സം അതർ തിങ്സ്. ഇതൊക്കെ കൊണ്ടാണ് മണിയുടെ ഫാദർ ഗ്രാനിയുടെ യാത്ര ഒരു ഷോപ്പിംഗ് ആണ് എന്നുള്ളത് പറയാനുള്ള കാരണം അല്ലേ. ഓക്കെ, നെക്സ്റ്റ് അതിലുള്ള ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ,
വൈ കുഡിൻ മണി കീപ്പ് അപ്പ് വിത്ത് ഗ്രാനി ഓൺ ദ വോക്ക്? എന്തുകൊണ്ടായിരുന്നു മണിക്ക് ഗ്രാനിയോടൊപ്പം നടന്ന് എത്താൻ പറ്റാതിരുന്നത് എന്നാണ് ചോദിച്ചത്. അതിലൊരു ഒരു സംഭവം പറയുന്നുണ്ട് അല്ലേ, എന്തുകൊണ്ടായിരുന്നു അവൻ ഓടേണ്ടി വന്നത് എന്നുള്ളത്. അത് തന്നെ നമുക്ക് ആൻസറായിട്ട് ഇവിടെ പറയാം. മണി കുഡിൻ കീപ്പ് അപ്പ് വിത്ത് ഗ്രാനി ഓൺ ദ വോക്ക് ബിക്കോസ് ഗ്രാനി വോക്ക്ഡ് അറ്റ് എ സ്റ്റഡി പേസ് ആൻഡ് വാസ് ഡിറ്റർമൈൻഡ് നോട്ട് ടു സ്ലോ ഡൗൺ. അതായത് വേഗത കുറക്കാതെ ഒരേ രീതിയിൽ തന്നെ ഗ്രാനി എന്ത് ചെയ്യാണ്, സ്പീഡായിട്ട് നടക്കുകയാണ്. മണി ഡിസ്ട്രാക്റ്റഡ് ബൈ സൈറ്റ്സ് ആൻഡ് ഒബ്ജക്ട്സ് ലൈക്ക് വൈൽഡ് ബ്ലാക്ക്ബെറീസ്. അതേസമയം മണിയാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക്ബെറീസൊക്കെ കണ്ടപ്പോൾ അവൻ്റെ ആ നടത്തത്തിൽ എന്ത് വന്നിട്ടുണ്ട്, ഡിസ്ട്രാക്ഷൻ വന്നിട്ടുണ്ട്. ആ വേഗതയൊക്കെ കുറഞ്ഞു, അവിടെ നിന്നു, അത് പറിക്കാനൊക്കെ നിന്നു അല്ലേ. അതുകൊണ്ടാണ് ഹാഡ് ടു റൺ അറ്റ് ടൈംസ് ടു ക്യാച്ച് അപ്പ് വിത്ത് ഹർ. അതുകൊണ്ടായിരുന്നു മുത്തശ്ശിയോടൊപ്പം എത്തുന്നതിന് വേണ്ടി മണിക്ക് ഓടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതിലെ 6th ക്വസ്റ്റ്യൻ എന്താ? 6th one, yeah, landslides are becoming more frequent now, aren't they? ലാൻഡ് സ്ലൈഡ്സ്, മണ്ണിടിച്ചിലൊക്കെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് അല്ലേ. കഴിഞ്ഞ വർഷത്തെ വയനാട് നടന്ന ദുരന്തങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ തന്നെയുള്ളതാണ്. മേക്ക് എ ലിസ്റ്റ് ഓഫ് റീസെൻറ്റ് നാച്ചുറൽ കലാമിറ്റീസ്, ഡിസ്കസ് ദ പോസിബിൾ കോസ് ഓഫ് ദിസ് അല്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് നാച്ചുറൽ കലാമിറ്റീസിനെ കുറിച്ച് നമ്മളോട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? എർത്ത് ക്വേക്സ് ഉണ്ട്, ഫ്ലഡ്സ്, ഭൂകമ്പമുണ്ട് അല്ലേ, വെള്ളപ്പൊക്കമുണ്ട്, സുനാമി ഉണ്ട്, പിന്നെ വൈൽഡ് ഫയർ, കാട്ടുതീയുണ്ട്, ഹറിക്കെയിൻസ്, കൊടുങ്കാറ്റുണ്ട്, ഡ്രോട്ട്, വരൾച്ചയുണ്ട്, ടൊർണാഡോസ് അല്ലേ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നാച്ചുറൽ കലാമിറ്റീസിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 7th ക്വസ്റ്റ്യൻ, യാ, സംടൈംസ് journeys are delayed on account of breakdowns or natural calamities അല്ലേ. ഇത്തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് കാരണമൊക്കെ ചിലപ്പോഴും നമ്മുടെ യാത്രകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മുടക്കം വന്നിട്ടുണ്ടാവും അല്ലേ. നറേറ്റ് യുവർ എക്സ്പീരിയൻസ് ഓഫ് എനി ഓഫ് ദീസ്. ഇതുപോലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം കേട്ടോ. Last year, when we were coming back to Kerala from a visit to Bangalore, our train got delayed. അപ്പോൾ ലാസ്റ്റ് ഇയർ ബാംഗ്ലൂരിൽ നിന്നും ട്രെയിനിൽ വരുന്ന വഴി ട്രെയിൻ ലേറ്റായി. എന്താ കാരണം? ബിക്കോസ് ഓഫ് ഹെവി റെയിൻ ആൻഡ് ഫ്ലഡ്സ്. അപ്പോൾ വെള്ളപ്പൊക്കവും ഭയങ്കരമായ മഴയൊക്കെ കാരണമായിരുന്നു ട്രെയിൻ എന്തായത്, ലേറ്റ് ആയത്. ദ ട്രെയിൻ സ്റ്റോപ്ഡ് അറ്റ് എ സ്റ്റേഷൻ ഫോർ മെനി അവേഴ്സ് ആസ് ദ ട്രാക്സ് വെയർ ഫിൽഡ് വിത്ത് വാട്ടർ. ട്രാക്സിലൊക്കെ വെള്ളം നിറഞ്ഞത് കാരണം ഒരുപാട് സമയം ട്രെയിൻ എന്ത് ചെയ്തു, ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടു. വി ഹാഡ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം ആൻഡ് ഇറ്റ് വാസ് എ ബിറ്റ് അൺകംഫർട്ടബിൾ. ട്രെയിനിൽ നമുക്കറിയാം, ട്രെയിൻ അങ്ങോട്ട് നിർത്തിയിടുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഒരുപാട് സമയം ട്രെയിൻ എന്ത് ചെയ്തു, അവിടെ നിർത്തിയിട്ടു. ലേറ്റർ ദ ട്രെയിൻ ടുക്ക് എ ഡിഫറെൻറ്റ് റൂട്ട് ആൻഡ് വി റീച്ച്ഡ് ഹോം സേഫ്ലി ബട്ട് വെരി ലേറ്റ്. ഒടുവിൽ ട്രെയിൻ എന്ത് ചെയ്തു, വേറെ റൂട്ട് വഴി തിരിച്ചിട്ടൊക്കെയാണ് വന്നത്. ഒരുപാട് സേഫായിട്ട് നമ്മൾ എത്തിയെങ്കിലും ഒരുപാട് ലേറ്റായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 8th one, yeah, the doctor says he will send Granny's glasses to the museum. What does he mean? അപ്പോൾ ഇതിന് നമ്മൾ എന്താ ആൻസർ പറയുക? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഡോക്ടർ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഗ്രാനിയുടെ കണ്ണട എവിടേക്ക് കൊണ്ടുപോകാൻ നമുക്ക്? മ്യൂസിയത്തിലേക്ക് എന്ന് അല്ലേ. എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ അങ്ങനെ ഉദ്ദേശിച്ചത്? തമാശയായിട്ട് പറഞ്ഞതാണ് അല്ലേ. അതിനുള്ള റീസണും നമുക്ക് വളരെ വ്യക്തമാണ്. എന്താ നമ്മൾ ആൻസർ പറയാ? ദ ഡോക്ടേഴ്സ് കമൻറ്റ് ഈസ് എ ഫണ്ണി വേ ഓഫ് സേയിങ് ദാറ്റ് ഗ്രാനീസ് ഗ്ലാസസ് വെയർ സോ ഓൾഡ് ആൻഡ് യൂസ്ലെസ് അല്ലേ, ദാറ്റ് ദേ കുഡ് ബി കെപ്റ്റ് ഇൻ എ മ്യൂസിയം ആസ് എൻ ആൻറ്റീക്ക്. അപ്പോൾ ഡോക്ടർ അത് തമാശയായിട്ട് പറഞ്ഞതാണ്. ഗ്രാനിയുടെ ഗ്ലാസ് എന്ന് പറയുന്നത് വളരെ പഴയതും ഒരു ഉപയോഗവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യാം, ഒരു ആൻറ്റീക്ക് പീസ്, ഒരു പുരാതന വസ്തു എന്നുള്ള രീതിയിൽ എവിടെ കൊണ്ടുവെക്കാം? മ്യൂസിയത്തിൽ കൊണ്ടുവെക്കാമെന്ന് ഡോക്ടർ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈൽ വി റീഡിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. വൈൽ വി റീഡിൽ വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അതിലെന്താണ്? ഓക്കെ, വാട്ട് വാസ് ഗ്രാനീസ് റിയാക്ഷൻ വെൻ ഷീ സോ മണി ക്ലിയർലി? അപ്പം 10 വർഷത്തിന് ശേഷമാണ് ഗ്രാനി എന്ത് ചെയ്യുന്നത്? മണിയെ ക്ലിയർ ആയിട്ട് കാണുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത്
ഗ്രാനിയുടെ ആ ഒരു റിയാക്ഷൻ എന്തായിരുന്നു എന്ന്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? വെൻ ഗ്രാനി സോ മണി ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇയേഴ്സ് ഷി വാസ് ഓവർ ജോയ്ഡ്. She exclaimed with delight, clapping her hands and praising him. She also noticed that Mani needed a haircut, a wash and a new shoes. അപ്പം എന്തൊക്കെയാണ്? ഗ്രാനി ഭയങ്കര ആഹ്ലാദത്തിലായിരുന്നു അല്ലേ, ഓവർ ജോയ്ഡ്, അങ്ങേയറ്റം ആഹ്ലാദത്തിലായിരുന്നു. കയ്യൊക്കെ മുട്ടിയിട്ടാണ് ഗ്രാനി എന്ത് ചെയ്തത്? ഉറക്കെ മണിന്നൊക്കെ വിളിച്ചത് അല്ലേ. അത്രയധികം എക്സൈറ്റ്മെൻറ്റിലായിരുന്നു നമ്മുടെ ഗ്രാനി ഉണ്ടായിരുന്നത്. കൂടാതെ മണിയെ ഒന്ന് ക്ലിയർ ആയിട്ട് കണ്ടപ്പം മണി മുടി കട്ട് ചെയ്യണമെന്നും നന്നായിട്ടൊന്ന് കുളിക്കാനുണ്ടെന്നും മണിക്ക് ഷൂ വേണമെന്നൊക്കെ ആര് പറയുന്നുണ്ടായിരുന്നു? ഗ്രാനി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലെറ്റ്സ് വി റീഡ് എന്ന ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ പാർട്ടിലേക്ക് പോകാനുണ്ട്. ലെറ്റ്സ് റിവൈൻഡ് അല്ല, ലെറ്റ്സ് റിവൈൻഡ് എന്ന ഭാഗത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വൈ ഡസ് ഗ്രാനി ഫൈനലി എഗ്രി ടു ട്രാവൽ ടു മുസോറി? എന്തുകൊണ്ടാണ് ഗ്രാനി അവസാനം മുസോറിയിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിച്ചത് എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ ആൻസർ പറയാം? ഗ്രാനി എഗ്രീസ് ടു ട്രാവൽ ടു മുസോറി വെൻ മണി ഓഫേഴ്സ് ടു അക്കമ്പനി ഹർ. മണി കൂടെ വരാമെന്ന് പറഞ്ഞപ്പോഴാണ് ഗ്രാനി എന്ത് ചെയ്തത്? മുസോറിയിൽ പോവാമെന്ന് സമ്മതിച്ചതല്ലേ. ഷീ ഈസ് ഹാപ്പി ദാറ്റ് ഷീ ഡസൻറ്റ് ഹാവ് ടു ബി പാർട്ടഡ് ഫ്രം ഹിം ഈവൻ ഫോർ എ ഷോർട്ട് വൈൽ. അതായത് ഗ്രാനിക്ക് മണിയുമായിട്ട് ഒരു ചെറിയ സമയത്ത് പോലും പിരിഞ്ഞിരിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് മണി കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഗ്രാനി ഹാപ്പിയായി. She also needs to buy seeds, bulbs, a bell for the cow and other things. അപ്പോൾ ഇതേപോലെയുള്ള ഈ പറഞ്ഞ സാധനങ്ങൾ, പശുവിനുള്ള ബെല്ല്, നമ്മൾ ബൾബ്സ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലേ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, സീഡ്സ്, ഷൂസ്, ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇതൊക്കെ എന്ത് ചെയ്യണമായിരുന്നു? ഇതും ഗ്രാനിക്ക് വാങ്ങണമായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഗ്രാനി എന്ത് ചെയ്തത്? സമ്മതിച്ചത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തത്, ഗ്രാനീസ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ ആർ എവിഡൻറ്റ് ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ ഗ്രാനിയുടെ ആ ഒരു ധൈര്യവും ഉറച്ച തീരുമാനവും ഒക്കെ കൃത്യമായ തെളിവുകളുണ്ട് അല്ലേ. സബ്സ്റ്റാൻഷിയേറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഇൻസ്റ്റൻസ്. അപ്പോൾ അതിലുള്ള ആ ഒരു സന്ദർഭങ്ങളും വെച്ചിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ ആൻസർ നമ്മൾ എഴുതുക? Granny's courage and determination are clearly shown at several points. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഗ്രാനിയുടെ ഈ ഒരു കറേജും ഡിറ്റർമിനേഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫസ്റ്റ്, ഷീ ഇൻസിസ്റ്റ് ദാറ്റ് ഷീ ക്യാൻ മാനേജ് ദ ജേർണി ടു മുസോറി ഡെസ്പൈറ്റ് ഹെർ ഏജ് ആൻഡ് പുവർ വിഷൻ. അപ്പോൾ ആദ്യത്തെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്, ഗ്രാനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ആ ഒരു യാത്ര, മുസോറിയിലേക്കുള്ള യാത്രയിൽ ആ ഒരു പ്രായവും ഉണ്ട്, കണ്ണിന് കാഴ്ചയും കുറവാണ്, എന്നാലും എനിക്ക് ആ യാത്ര എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ഗ്രാനി പറഞ്ഞിട്ടുണ്ട്. ഷീ കോൺഫിഡൻ്റ്ലി അണ്ടർടേക്സ് ദ ലോങ് വോക്ക് ടു Nain and continue the journey with money, facing all difficulties such as the landslide, the bus going back down and the heavy rain with courage. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടുകളും ഗ്രാനി എന്ത് ചെയ്തിട്ടുണ്ട്? തരണം ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതെല്ലാം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ്, അപ്പോൾ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ആൻസർ കേട്ടാൽ മനസ്സിലാകുന്ന ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. Her unwavering determination to complete the journey reveals her strength of character. അപ്പോൾ അൺവെവറിങ്, ഇളക്കമില്ലാത്ത ആ ഒരു ഉറച്ച തീരുമാനം, ആ ഒരു ശക്തമായ ഉറച്ച തീരുമാനം ആ ഒരു യാത്ര പൂർത്തിയാക്കുന്നതിന് സഹായകമായിട്ടുണ്ട് ഗ്രാനിക്ക് അല്ലേ. അത് ഗ്രാനിയുടെ ആ ഒരു സ്ട്രെങ്ത്ത് വെളിവാക്കുന്ന കാര്യം തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മൂന്നാമത്തത്, ഹൗ ഡസ് മണി സപ്പോർട്ട് ഗ്രാനി ഡ്യൂറിങ് ദർ ജേർണി? വാട്ട് ഡസ് ദിസ് റിവീൽ അബൌട്ട് ഹിസ് ക്യാരക്ടർ? അപ്പോൾ എങ്ങനെയാണ് മണി ആ യാത്രയിൽ ഗ്രാനിയെ സപ്പോർട്ട് ചെയ്തത്? അവൻ്റെ എന്ത് സ്വഭാവമാണ് അതിൽ കാണിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ആൻസർ നമ്മളെങ്ങനെയാണ് പറയാം? മണി സപ്പോർട്ട് ഗ്രാനി ബൈ ക്യാരിയിങ് ദ ബെഡിങ് റോൾ, കെയർ ഫോർ ഹെർ whenever she might need to rest, and ensuring that she take her food
and staying her side every step of the way. His action revealed that he is thoughtful, caring and responsible. അപ്പോൾ മണി എന്ത് ചെയ്തിട്ടുണ്ട്, ആ ബെഡിങ് റോൾ എടുക്കുന്നതിനും ഗ്രാനിക്ക് ക്ഷീണമാകുമ്പോൾ റെസ്റ്റ് എടുക്കാനും അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഗ്രാനിയെ നന്നായി പരിചരിച്ചുകൊണ്ട് മണി കൂടെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതേസമയം ഗ്രാനിയും എന്ത് ചെയ്യുന്നുണ്ട്, അവനുള്ള കഴിക്കേണ്ട ഭക്ഷണം എടുക്കാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവൻ്റെ ഈ ഒരു നമ്മുടെ മണിയുടെ എല്ലാ പ്രവൃത്തിയും വെളിവാക്കുന്നത് മണിയെല്ലാം ചിന്തിച്ച് ചെയ്യുന്നതും ഭയങ്കര കെയറിങ്ങും റെസ്പോൺസിബിൾ ഉത്തരവാദിത്തമൊക്കെയുള്ള കുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ, എ ഷോൾഡർ ടു റെസ്റ്റ് ഓൺ ഈസ് ബ്ലെസ്സിങ് ഇൻഡീഡ്. ഒരു ഷോൾഡർ നമുക്ക് തണലായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആശ്വാസമായിട്ട് നമുക്കൊരു ഷോൾഡർ ലഭിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്, അനുഗ്രഹമാണ് അല്ലേ. ഡോണ്ട് യു എഗ്രി? ഹൗ ഡസ് ദ സ്റ്റോറി ഹൈലൈറ്റ്സ് ദ ബോണ്ട് ബിറ്റ്വീൻ ജനറേഷൻ. അപ്പം നിങ്ങളത് എഗ്രി ചെയ്യുന്നില്ലേ, എങ്ങനെയാണ് ഈ സ്റ്റോറിയിൽ ആ ഒരു ജനറേഷൻ്റെ ബോണ്ട് കാണിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലേ. നമുക്കതിന് ആൻസർ പറയാം. Absolutely. For a shoulder to rest on can be a great comfort physically and emotionally. നമുക്ക് ചായാൻ അങ്ങനെ ഒരു ഷോൾഡർ, അങ്ങനെ ഒരു തോള് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും എന്താണ്, ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് വളരെയധികം കംഫർട്ട് തന്നെയാണ് അല്ലേ. ദ സ്റ്റോറി ഷോക്കേസസ് ദ ബോണ്ട് ബിറ്റ്വീൻ ജനറേഷൻസ് ത്രൂ ദ റിലേഷൻഷിപ്പ് ഓഫ് ഗ്രാനി ആൻഡ് മണി. അപ്പോൾ ഈ ഒരു കഥയിൽ കാണിക്കുന്നത് ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്, ഗ്രാനിയും മണിയും തമ്മിലുള്ള ആ ഒരു ജനറേഷൻ്റെ റിലേഷൻഷിപ്പാണ്. ദേ കെയർ ഫോർ ഈച്ച് അതർ ഡീപ്ലി. അവർ രണ്ടുപേരും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങേയറ്റം കെയർ ചെയ്യുന്നുണ്ട്. ഗ്രാനി ലുക്സ് ഔട്ട് ഫോർ മണി ആസ് എ ഗ്രാൻഡ് മദർ ആൻഡ് ഡ്യൂറിങ് ദ ജേർണി മണി സപ്പോർട്ട്സ് ഹെർ ഫിസിക്കലി ആൻഡ് ഇമോഷണലി മേക്കിംഗ് ഷുവർ ഷീ ഈസ് കംഫർട്ടബിൾ. അപ്പോൾ ഗ്രാനി എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാനി ഒരു ഗ്രാൻഡ് മദർ എന്ന രീതിയിൽ തന്നെ മണിയെ എന്ത് ചെയ്യുന്നുണ്ട്, മണിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് ആ ഒരു യാത്രയിൽ. മണിയാണെങ്കിലോ കൃത്യമായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഗ്രാനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഗ്രാനീസ് ജോയ് ഇൻ സീയിങ് മണി ക്ലിയർലി ഹൈലൈറ്റ്സ് ദ ഡെപ്ത് ഓഫ് ദർ ലവ്, എ പ്രഷ്യസ് ബോണ്ട് ബിറ്റ്വീൻ ജനറേഷൻസ്. അപ്പോൾ ഗ്രാനി ആ മണിയെ ക്ലിയറായി കാണുന്ന സമയത്തുള്ള ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ, അതൊക്കെ കാണിക്കുന്നത് ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ശക്തി തന്നെയാണ്, അമൂല്യമായ ആ ഒരു ബന്ധത്തിൻ്റെ ശക്തി തന്നെയാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ് എന്ന ഭാഗത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഫ്രം എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. ഇതിലെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. Below them, the light green of the field stood out against the dark green of the forest. മഴ നിന്നു, സൂര്യൻ പുറത്തേക്ക് വന്നു. കൂടാതെ എന്താണ്, അവിടെ താഴെ നല്ല ലൈറ്റ് ഗ്രീന് പാടങ്ങളും അവർക്ക് ഗ്രീൻ ഫോറസ്റ്റും അതോടൊപ്പം തന്നെ ലൈറ്റ് ഗ്രീൻ പാടങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ദ ഹിൽസ് വെയർ ബേത്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ. കുന്നുകളാണെങ്കിൽ ഹിൽസ് ആണെങ്കിൽ ആ ഗോൾഡൻ നിറമുള്ള സൂര്യരശ്മികളാൽ കുളിച്ചു നിൽക്കുന്നു. ഇതൊക്കെ ആ പാടത്തിലുള്ള ഭാഗങ്ങളാണ് അല്ലേ. ഡു ദീസ് ലൈൻസ് ക്രിയേറ്റ് പിക്ചർ ഇൻ യുവർ മൈൻഡ്. അപ്പോൾ ഈ ഒരു വരകൾ കൊണ്ട്, ഈ ഒരു വാക്കുകൾ കൊണ്ട് തീർത്തിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ആ ഒരു പിക്ചർ നമുക്ക് തരുന്നുണ്ട് അല്ലേ. യു മേ അറ്റംപ്റ്റ് ടു ഡ്രോ ദ പിക്ചർ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പിക്ചർ നമ്മൾ വരയ്ക്കുകയാണ് വേണ്ടത്. അത് കുട്ടികൾ തനിയെ ചെയ്യുക കേട്ടോ. അതിന് അടുത്തത് എന്താ, ഗ്രാനി ആൻഡ് മണി സ്റ്റാൻഡ് ഓൺ ദ സമ്മിറ്റ് ഓഫ് ദ പീക്ക് ഓൺ ദിയർ വേ ടു നൈൻ. അപ്പോൾ ആ നൈനിലുള്ള യാത്രക്കിടയിൽ ഗ്രാനിയും മണിയും എന്ത് ചെയ്തിട്ടുണ്ട്, ആ പീക്കിൻ്റെ ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ട് അല്ലേ. ദേ ലുക്ക് അറൗണ്ട്, അവർ ചുറ്റും നോക്കി. മണി ഈസ് റിയലി അമേസ്ഡ് ബൈ ദ ബ്യൂട്ടി ഓഫ് ദ സീൻ. ആ ഒരു കാഴ്ചയുടെ മനോഹാരിത കണ്ട് മണി ഞെട്ടിപ്പോയി. ഇമാജിൻ ദിസ് ഈസ് ദ വ്യൂ. അപ്പോൾ ഇതായിരിക്കാം ആ വ്യൂ എന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഇമാജിൻ ചെയ്യുക. നമുക്കും ഈ ഒരു വ്യൂ കാണുമ്പം അതിമനോഹരമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ടല്ലേ, ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂ തന്നെയാണത്. അപ്പോൾ ദിസ് ഈസ് ഹൗ ഹി ഡിസ്ക്രൈബ് ദ പ്ലേസ് ടു എ ഫ്രണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേസ് ഒരു ഫ്രണ്ടിനോട് എങ്ങനെയാണ് മണി ഡിസ്ക്രൈബ് ചെയ്തത് എന്നുള്ളത് നോക്കുക. ഇതൊന്നും പറഞ്ഞിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നില്ല,
ടൈം കളയുന്നില്ല, നിങ്ങളത് വായിച്ചു നോക്കുക ഏതൊക്കെ രീതിയിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണ്? നൗ ലിസ്റ്റ് ദ വേർഡ് ഫ്രേസസ് ദാറ്റ് ഹെൽപ്ഡ് മണി ഡിസ്ക്രൈബ് ദ പ്ലേസ് ഇൻ ദ ടാബിൾ ബിലോ വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. അപ്പോൾ ഇവിടെ ഈ ടാബിളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്രൈബിംഗ് വേർഡ്സ്, അതിലുള്ള ആ ഒരു ഫ്രേസസിനെ എന്തൊക്കെ ഫ്രേസസ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ വേർഡ് ആ സ്ഥലത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും അതിൽ ഏത് നൗണിനെയാണ് അത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് വണ്ണ് കണ്ടില്ലേ, സ്നോ കേപ്ഡ് ആണ് എന്ത് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്. ഏത് നൗണിനെയാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? പീക്കിനെ. അത് ഈ ലൈനിൽ നിങ്ങൾ നോക്കിക്കോളൂ. ദ വ്യൂ ഓഫ് ദ സ്നോ കേപ്ഡ് പീക്ക്, കണ്ടില്ലേ? ആ ഒരു സ്നോ കേപ്ഡ് പീക്കിൻ്റെ വ്യൂ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പീക്കിനെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മഞ്ഞുകളാൽ മൂടപ്പെട്ട എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഏതാണ്, അതിൽ എഴുതേണ്ട വേർഡ്സ് ഏതാണെന്ന് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇതിലെന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടതെന്ന്. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക, സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഒന്ന് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക, അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഒന്ന് പോസ് ചെയ്ത് അതൊന്ന് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ എന്ന് നോക്കുക അല്ലേ. അപ്പം ടെറൈനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നൗണിൽ നമുക്ക് ടെറൈനിന് എന്താ പറഞ്ഞിട്ടുള്ളത്? റോക്കി, പാറകളാൽ നിറഞ്ഞത് അല്ലേ. പിന്നെ വാട്ടറിന് എന്താണ് പറഞ്ഞത്? ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലൗഡ്സ് വൈറ്റ് ആണെന്ന് കളർ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രീസ് ടോൾ ഡാർക്ക് ഗ്രീൻ ട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മോർണിംഗിനെയോ മിസ്റ്റി മോർണിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡേ ബ്രൈറ്റ് അല്ലെങ്കിൽ ബ്രൈറ്റഡ് ഡേ ആണ് പറഞ്ഞിരിക്കുന്നത്. വാലിയോ വാസ്റ്റ് വാലി. അതേപോലെ ഷെയ്ഡ്സ് ഗ്രീൻ ഷെയ്ഡ്സ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സും എന്നും ഏതൊക്കെ നൗണിനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട അടുത്ത വർക്ക് എന്താണ്? Now let's try to describe the place given below using suitable descriptive adjective. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ സ്യൂട്ടബിൾ ആയിട്ടുള്ള എഡ്ജക്റ്റീവ് വെച്ചിട്ട്, എഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ എഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ എഡ്ജക്റ്റീവ്സ് വെച്ചിട്ട് ഈ ഒരു പിക്ചറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് ചെയ്യാണ് വേണ്ടത്. ജസ്റ്റ് ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യാം, ആ പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, the picture shows a beautiful green field under a clear blue sky. ഇപ്പോൾ ഫീൽഡിനെ ഞാൻ ഗ്രീന് കൊണ്ടും സ്കൈയെ ബ്ലൂ കൊണ്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. The lush green grass spread wide across the land, looking soft and fresh. On both sides there are tall trees with bright yellow-green leaves that add more color to the scene. ഇവിടെ ഏതിനൊക്കെ പറഞ്ഞിട്ടുണ്ട്? നമ്മൾ ആ ട്രീന ടോളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ലീവ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ബ്രൈറ്റ് യെല്ലോ ഗ്രീൻ ലീവ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആ സീനിന് ഭംഗി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് ക്ലൗഡ്സ് ഫ്ലോട്ട് ജെന്റ്ലി എബവ്. ഇപ്പൊ ക്ലൗഡ്സിനെ വൈറ്റ് എന്ന കളർ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെയോ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലോട്ട് ജെന്റ്ലി എബവ് ആൻഡ് ഫ്യൂ ടൈനി ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഹാപ്പിലി ഇൻ ദ സ്കൈ. അപ്പോൾ ആ ഒരു ബേർഡ്സിന് എന്ത് പറഞ്ഞിട്ടുണ്ട്? ടൈനി ബേർഡ്സ്. അതിന്റെ വലിപ്പം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദ പ്ലേസ് ലുക്സ് വെരി പീസ്ഫുൾ, നാച്ചുറൽ ആൻഡ് ഫുൾ ഓഫ് ഫ്രഷ് എയർ ആൻഡ് ബ്യൂട്ടി. അപ്പൊ ഈ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പ്ലേസിനെ ഇവിടെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൂടുതൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പ്ലേസിനെ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താ? ആക്ടിവിറ്റി 2. Granny and Mani return after the thrilling experience of walking and exploring the surroundings. At home, Mani shares his experience with his father. Write the likely narrative. അപ്പോൾ ഇവരുടെ ഈ ഒരു എക്സ്പീരിയൻസ്, മണിയുടെ ഈ എക്സ്പീരിയൻസ് മണി എന്ത് ചെയ്യുന്നു? വീട്ടിൽ വന്നിട്ട് അച്ഛനോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? ആ നെറേറ്റീവ്, മണിയുടെ നെറേറ്റീവ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളിവിടെ പറയേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ നെറേറ്റീവ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇൻ യുവർ ഓൺ വേർഡ്സ് എന്നാണെങ്കിൽ നമ്മൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മണി അങ്ങനെ കണ്ടു, മണി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ മണി
അച്ഛനോട് നറേറ്റ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ മണി പറയുന്നത് പോലെയാണ് നമ്മളിവിടെ കാര്യങ്ങൾ പറയേണ്ടത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാന്ന് നോക്കാം. Father, the journey was fantastic. We had a great time. We walked all the way to Nain without any issue. അപ്പൊ അച്ഛനോട് പറയാണ്, ആ യാത്ര വളരെ നല്ലതായിരുന്നു, വളരെ നല്ലൊരു ദിവസമായിരുന്നു. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നൈന് വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. വി പാസ് ത്രൂ ദ ഫോറസ്റ്റ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഈവൻ സോ എ ബ്യൂട്ടിഫുൾ റെയിൻബോ. നമ്മൾ നടന്നു പോകുമ്പോൾ നല്ല ഫീൽഡും കാടുകളും റെയിൻബോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഐ പിക്ക് സം ബ്ലാക്ക് ബെറീസ് അലോങ് ദ വേ. ആ പോകുന്ന വഴിക്ക് ഞാൻ കുറച്ച് ബ്ലാക്ക് ബെറി പറിച്ചു. വെൻ വി ബോർഡഡ് ദ ബസ് ടു മുസോറി ദർ വാസ് എ ലാൻഡ് സ്ലൈഡ്. അങ്ങനെ നമ്മൾ ബസ്സിൽ മുസോറിയിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു. ഹ്യൂജ് റോക്സ് ആൻഡ് മഡ് ബ്ലോക്ക് ദ പാത്ത്. വലിയ പാറകളും ചളികളൊക്കെ എന്ത് ചെയ്തു, നമ്മുടെ യാത്ര ബ്ലോക്ക് ചെയ്തു. എവരി വൺ വാസ് ഫ്രൈറ്റൻഡ് ബട്ട് ഗ്രാനി റിമെയിൻഡ് കാം. എല്ലാവരും എന്ത് ചെയ്തു, പേടിച്ചു പോയി. പക്ഷെ ഗ്രാനി നല്ല കാമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. വി ഡിഡ്ന്റ് ലൂസ് ഹോപ്പ്. നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മുടെ പ്രത്യാശ, നമ്മുടെ പ്രതീക്ഷ നമ്മൾ നഷ്ടപ്പെടുത്തിയില്ല. വി ചൂസ് another path and climbed over a mountain. നമ്മൾ എന്ത് ചെയ്തു, വേറെ വഴി നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ് അവർ ചെയ്തത്, അവർ നടക്കുകയല്ലേ ചെയ്തത്. അപ്പൊ നമ്മൾ വേറെ വഴി കണ്ടുപിടിച്ചു. നമ്മൾ എന്ത് ചെയ്തു, അതിലൂടെ നമ്മൾ കേറി. ഇറ്റ് വാസ് എ ചാലഞ്ചിങ് ബട്ട് വി മേഡ് ഇറ്റ്. ശരിക്കും അതൊരു വെല്ലുവിളിയായിരുന്നു, പക്ഷെ നമ്മളത് നേടുക തന്നെ ചെയ്തു, നമ്മളത് വിജയിക്കുക തന്നെ ചെയ്തു. ഫൈനലി അറ്റ് ദ ഹോസ്പിറ്റൽ ദ ഡോക്ടർ സെഡ് ഗ്രാനി സ്പെക്ടാക്കിൾസ് വെർ ടു ഓൾഡ് ആൻഡ് ഗേവ് ഹെർ എ ന്യൂ പെയർ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടുന്ന് ഗ്രാനിക്ക് ഡോക്ടർ എന്ത് ചെയ്തു, അത് വളരെ പഴയതാണെന്ന് പറഞ്ഞ് പുതിയൊരു സ്പെക്ടാക്കിൾ കൊടുത്തു. ഇവിടെ വേണമെങ്കിൽ ആ ഗ്രാനിയെ കളിയാക്കിയ കാര്യമൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആൻസർ വലുതാക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ രീതിയിൽ പറഞ്ഞത്. Once she wore them, she could see me clearly and was overjoyed. അപ്പോ ആ ഒരു പുതിയ കണ്ണടയൊക്കെ വെച്ചപ്പം ഗ്രാനി എന്നെ ക്ലിയർ ആയിട്ട് കാണുകയും ഗ്രാനി അങ്ങേയറ്റം ആഹ്ലാദിക്കുകയും ചെയ്തു. ഷി ക്ലാപ്ഡ് ഹെർ ഹാൻഡ്സ് ഹാപ്പിലി. സന്തോഷം കൊണ്ട് ഗ്രാനി കയ്യൊക്കെ കൊട്ടുകയാണ് ചെയ്തത്. നൗ ഷി ക്യാൻ സീ എവറിത്തിങ് പ്രോപ്പർലി. ഇപ്പൊ ഗ്രാനിക്ക് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാം. വി ഓൾസോ ബോട്ട് എ ന്യൂ വൂളൻ സ്വെറ്റർ, സം സീഡ്സ്, flower bulbs and a bell for the cow. It was a long and tiring journey, but I enjoyed every moment of it. അപ്പൊ അവിടുന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പറഞ്ഞു. കൂടാതെ വളരെ ലോങ് ആയിട്ടും ടയേർഡ് ആയിട്ടുള്ള ജേർണി ആയിരുന്നു, പക്ഷെ എന്നാലും ഞാൻ എല്ലാം എന്ത് ചെയ്തു, വളരെയധികം എൻജോയ് ചെയ്തു. ഇറ്റ്സ് ട്രൂലി വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ ഡേ ഓഫ് മൈ ലൈഫ്. തീർച്ചയായും ഇതെന്റെ ലൈഫിൽ അങ്ങേയറ്റം മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ജേർണി ആയിരിക്കും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ നറേഷൻ നമുക്ക് പറയാം. ഇനി അടുത്തത് എന്താണ്, ദ ഐ സ്പെഷ്യലിസ്റ്റ് കുഡന്റ് ഫോർഗെറ്റ് ഗ്രാനി ആൻഡ് ഹിസ് ഇന്ററാക്ഷൻ വിത്ത് ഹെർ. ഐ സ്പെഷ്യലിസ്റ്റ് എന്ത് ചെയ്യില്ല, ഗ്രാനിയുമായിട്ടുള്ള ആ ഇന്ററാക്ഷൻ ഒരിക്കലും മറക്കില്ല, അല്ലെ. ഹി റിക്കലക്ട്സ് ദ എൻകൗണ്ടർ ഇൻ ഹിസ് ഡയറി. അപ്പൊ ആ ഗ്രാനിയുമായിട്ടുള്ള ആ ഒരു കണ്ടുമുട്ടൽ എന്ത് ചെയ്തു, അദ്ദേഹം ഡയറിയിൽ എഴുതുകയാണ്. അപ്പൊ ആ ഡയറി എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആ ഒരു ഡയറിക്ക് നമുക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്, അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ഡയറിയുടെ ഡേറ്റ് എഴുതണം. അപ്പൊ ആ ഒരു ഡേറ്റ് എഴുതിയതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് നിങ്ങൾ ഏതാണ്ട് അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, വേണമെങ്കിൽ ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ടോ നിങ്ങൾ എഴുതുന്ന ആ ഒരു ദിവസത്തെ ഡേറ്റ് വെച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഡോക്ടർ എഴുതുന്ന പോലെ എഴുതാം. Today, I had the pleasure of meeting a remarkable patient, an elderly lady who arrived with her grandson Mani. അപ്പൊ ഇന്ന് എനിക്ക് ഒരു എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു മീറ്റിംഗ്, സന്തോഷം നൽകിയ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു പ്രായമായ യുവതിയും അവരോടൊപ്പം അവരുടെ ഗ്രാൻഡ് സൺ മണിയുമാണ് ഉണ്ടായിരുന്നത്. As soon as I noticed her spectacle, I was genuinely shocked. ഞാൻ അവരുടെ ആ ഒരു കണ്ണട ശ്രദ്ധിച്ചപ്പോൾ തന്നെ ഞാൻ ശരിക്കും എന്തായി പോയിരുന്നു, ഷോക്കായി പോയിരുന്നു. They were extremely old and badly scratched. അത് അങ്ങേയറ്റം പഴകിയതും നന്നായിട്ട് സ്ക്രാച്ച് ഒക്കെ വന്നതായിരുന്നു. In fact, I jokingly commented that such glasses should be displayed in a museum. ഞാൻ ശരിക്കും എന്ത് ചെയ്തു, അവരെ ഒന്ന് കളിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരം ഗ്ലാസുകൾ എവിടെയാണ് വെക്കേണ്ടത്, മ്യൂസിയത്തിലാണ് വെക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട്. Despite her pure vision, the lady had a cheerful personality and a lively spirit. അപ്പോ അവരുടെ ആ ഒരു കാഴ്ചക്കൊക്കെ മങ്ങലുണ്ടെങ്കിലും ആ ഒരു ലേഡി എന്ന് പറയുന്ന നല്ല സന്തോഷവതി, അതായത് കാണുമ്പോൾ നല്ല എനർജറ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു
സ്ത്രീയായിരുന്നു. വെൻ ഐ ഫിറ്റഡ് ഹെർ വിത്ത് കറക്റ്റ് ലെൻസസ് ഹെർ എൻറ്റയർ ഫേസ് ലിറ്റ് അപ്പ് വിത്ത് ജോയ്. അപ്പൊ അവർക്ക് കറക്റ്റ് ഉള്ള ആ ഒരു കണ്ണട, ആ ഒരു ലെൻസ് ഞാൻ നൽകിയപ്പോൾ അവരുടെ മുഖം എന്ത് ചെയ്തു? സന്തോഷം കൊണ്ട് തിളങ്ങി. ഇറ്റ് വാസ് ട്രൂലി ഹാർട്ട് വാമിംഗ് ടു സീ ഹെർ റിയാക്ഷൻ. അവരുടെ ആ ഒരു റിയാക്ഷൻ കാണേണ്ടത് ശരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റം ഹൃദയത്തിന് ആനന്ദം നൽകുന്നതായിരുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ് ഷി വാസ് ഏബിൾ ടു സീ ഹെർ ഗ്രാൻഡ് സൺസ് ഫേസ് ക്ലിയർലി. അപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം ആദ്യമായിട്ടായിരുന്നു അവർക്ക് അവരുടെ ഗ്രാൻഡ് സണ്ണിന്റെ മുഖം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിച്ചത്. ഷി ക്ലാപ്ഡ് ഹെർ ഹാൻഡ്സ് വിത്ത് ഡിലൈറ്റ്, കംപ്ലീറ്റ്ലി ഓവർവെൽംഡ് വിത്ത് ഹാപ്പിനെസ്. ഹാപ്പിനെസിന്റെ അങ്ങേ അറ്റത്തില് അവരെന്ത് ചെയ്യായിരുന്നു? അവരുടെ കൈകള് കൂട്ടി അടിക്കുകയായിരുന്നു സന്തോഷം കൊണ്ട്. ദാറ്റ് സിംഗിൾ മൊമെന്റ് റിമൈൻഡഡ് മീ വൈ ഐ ചൂസ് ടു ബി എ ഡോക്ടർ. ആ ഒരൊറ്റ നിമിഷം മതി എന്തിന് ഞാൻ ഒരു ഡോക്ടർ പ്രൊഫഷൻ ചൂസ് ചെയ്തു എന്നുള്ളതിന്. സം പേഷ്യൻസ് ടച്ച് അവർ soul and stay in our heart forever and she is certainly one of them. ചില പേഷ്യൻസ് നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യും? അങ്ങേയറ്റം ടച്ച് ചെയ്യും അല്ലെ? അത്തരത്തിലുള്ള ഒരു സ്ത്രീയായിരുന്നു അവര്. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡോക്ടറുടെ ഡയറിയോടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹാവ് യു റീസെന്റ് വിസിറ്റഡ് എ ടൂറിസ്റ്റ് സ്പോട്ട് ഓർ പ്ലേസ് ദാറ്റ് കോട്ട് യുവർ അറ്റൻഷൻ വിത്ത് ഇറ്റ്സ് ബ്യൂട്ടി? അതായത് പ്രകൃതി സുന്ദരമായ ഏതെങ്കിലും ഒരു പ്രദേശം നിങ്ങൾ ഇപ്പൊ അടുത്തായിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ പ്രകൃതി സുന്ദരമായ എന്തൊക്കെ കാഴ്ചകൾ അവിടെ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വിവരിച്ചെഴുതാൻ വേണ്ടത് ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡ് ഓൾറെഡി നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ജസ്റ്റ് ഒരു മോഡൽ മാത്രം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ തരാം. Yes, I recently visited Munnar, a beautiful hill station in Kerala. The place is full of green tea plantations, rolling hills and misty mountains. As I looked around, I saw tall trees, colorful flowers and small streams flowing through the rocks. The air was fresh and cool, and the whole place felt very calm and peaceful. I also saw clouds floating low over the hills, making the view even more magical. Munnar's natural beauty truly caught my attention and made me feel close to nature. ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡൽ ആ മൂന്നാറിൽ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? അവിടെ ഇതൊരു ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫുള്ള് നമ്മൾ തേയിലത്തോട്ടങ്ങളാണ് കാണുന്നത്. അതേപോലെ ഈ ഹിൽസും നല്ല മിസ്റ്റി മൗണ്ടനും മഞ്ഞ് നിറഞ്ഞ മൗണ്ടനും പർവ്വതങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചുറ്റിലും ഒരുപാട് മരങ്ങളും കളർഫുള്ളായിട്ടുള്ള പൂവുകളും അരുവികളും ചെറിയ അരുവികളും പിന്നെയോ ആ ഒരു അരുവികളിലൂടെ ഫ്ലോയിങ് ത്രൂ ദ റോക്സ് പാറകൾ തട്ടിയിട്ട് അരുവികൾ ഒഴുകുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അവിടുത്തെ എയർ ആണെങ്കിൽ വളരെ ഫ്രഷും കൂളുമാണ്. അത്രയും പീസ്ഫുള്ളും കാമുമായ പ്രദേശമാണ്. അവിടുന്ന് ക്ലൗഡ്സിനെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ആ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ ആ ക്ലൗഡ്സ് ഒരു മാജിക്കൽ എഫക്റ്റാണ് നമുക്ക് തരുന്നത് അല്ലേ? അങ്ങേയറ്റത്തെ ഒരു നാച്ചുറൽ ബ്യൂട്ടി ഏതിനുണ്ട്? മൂന്നാർ എന്ന് പറയുന്ന പ്രദേശത്തിനുണ്ട് അല്ലേ? ജസ്റ്റ് ആ ഒരു രീതിയിൽ അതങ്ങോട്ട് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു നമ്മുടെ പാഠം എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന പാഠഭാഗത്തുള്ള എല്ലാ ആക്ടിവിറ്റീസും ഓൾറെഡി തന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ് മുഴുവനായിട്ടുള്ള അതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക മക്കളെ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് ആൾക്കാർ വീഡിയോസ് കാണുന്നത്. ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് യാതൊന്നും തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുമില്ല. ഓക്കെ ദെൻ, താങ്ക് യു.